Hi friends, everyone AUTOVITY സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമുക്ക് ചെയ്യാനുള്ളത് Innova Crysta തന്നെയാണ്. 2018 മോഡൽ G വണ്ടിയാണ്, മാനുവൽ ട്രാൻസ്മിഷൻ. ഇതിനകത്ത് നമുക്ക് ചെയ്യാനുള്ളത് ഹെഡ്ലൈറ്റ് അപ്ഗ്രേഡ് ചെയ്ത് ടോപ്പ് മോഡലിൻ്റെ ഹെഡ്ലൈറ്റ് ആക്കണം. ഇപ്പം നിലവിൽ രണ്ടും മൂന്നും, അതായത് പാർക്കും ഡിമ്മും ബ്രൈറ്റും വരുന്നത് സാധാരണ ഹാർജൻ ബൾബോട് കൂടിയ ഒരു ഹെഡ് ലാമ്പാണ്. നമ്മളത് മാറ്റിയിട്ട് ഇസഡിൽ വരുന്ന DRലും വിത്ത് പ്രൊജക്ടറോട് കൂടിയ ഒരു ഹെഡ്ലൈറ്റിലേക്കാണ് നമ്മളിതിന് അപ്ഗ്രേഡ് ചെയ്യാൻ പോകുന്നത്. ഇതുകൂടാതെ നമുക്ക് ഇതിനകത്തും കുറച്ച് മാറ്റങ്ങൾ വരുത്താനുണ്ട്. ഇതിനെ സ്റ്റീരിയോ മാറിയിട്ട് ഒരു ആൻഡ്രോയിഡ് സ്റ്റീരിയോയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അത് വിത്ത് കാർപ്ലെയും DSP ഉള്ള ഒരു സ്റ്റീരിയോ ആണ് നമ്മൾ ഇതിനകത്ത് വയ്ക്കുന്നത്. അതേപോലെ മിററിൽ ഫിറ്റ് ചെയ്യുന്ന ടൈപ്പ് ഫ്രണ്ടും ബാക്കും HD ക്യാമറ വരുന്ന ഒരു DVR നമ്മൾ ഇതിനകത്ത് സെറ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് കസ്റ്റമർ റിക്വയർമെൻറ്റ്. ഇതാണ് ഈ വണ്ടിയിൽ വരുന്ന സെറ്റ്. ഇത് G മോഡൽ വണ്ടിയാണ്. ഇതിനകത്ത് നിലവിൽ ഒരു സാധാരണ നാവിഗേഷൻ ഒന്നും ഇല്ലാത്ത ഒരു സാധാ സെറ്റാണ് വരുന്നത്. അപ്പോൾ ഈ സെറ്റ് മാറ്റി നമുക്കൊരു 9 ഇഞ്ചിൻ്റെ നല്ലൊരു സൗണ്ട് ക്ലാരിറ്റി ഒക്കെ ഉള്ള ഒരു സെറ്റാണ് വെക്കേണ്ടത്. ഈ ഒരു സ്വിച്ചാണ് നമുക്ക് ഇതിനകത്ത് ഉള്ളത്. ഓൾറെഡി സ്റ്റിയറിംഗ് കൺട്രോളിൻ്റെ സ്വിച്ച് ഇതിനകത്തുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ സ്വിച്ചിൽ നമുക്ക് ഈ പുതിയ സ്റ്റീരിയോ എല്ലാം ആക്സ് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം നമുക്ക് പിന്നീട് ചെയ്യേണ്ട ഒരു കാര്യം, ഇതിൻ്റെ അകത്ത് വരുന്ന ഒരു ഈ മിററുണ്ടല്ലോ, ഈ മിറർ മാറ്റിയിട്ട് ഇവിടെ ഒരു DVR ആണ് വെക്കുന്നത്. ഫ്രണ്ടും ബാക്ക് റെക്കോർഡിങ്ങുള്ള ഒരു DVR നമ്മളിവിടെ വെക്കുന്നു. ഇതിൻ്റെ ഫ്രണ്ടിലൊരു ക്യാമറ വരും, പിന്നെ ഇതിൻ്റെ ബാക്കിലൊരു ക്യാമറ വരും. അങ്ങനത്തെ ഒരു DVR ആണ് നമ്മൾ വെക്കുന്നത്. ഈ മിറർ ഫുള്ളായിട്ട് കവർ ചെയ്ത് നിൽക്കും. ഇപ്പം നമ്മുടെ പുതിയ ലാൻഡ് റോവർ ഡിഫൻഡറൊക്കെ വരുന്നില്ലേ, അതിൻ്റെ പോണക്കൊരു മിററാണ് ഇത് നമ്മൾ വെക്കുന്നത്. മിറർ എന്ന് വെച്ചാൽ ഈ മിറർ മാറ്റുന്നില്ല, ഈ മിററിൻ്റെ ഫ്രണ്ടിലേക്ക് മറ്റേ ക്ലിപ്പ് ചെയ്ത് വെക്കുകയാണ്. അങ്ങനത്തെ ഒരു DVR സിസ്റ്റമാണ് നമ്മൾ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. നമ്മളിപ്പം ഹെഡ്ലൈറ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഫുള്ളായിട്ട് ബമ്പർ അയച്ചിരിക്കുകയാണ്. ഇതാണ് പഴയ ഹെഡ്ലൈറ്റ്. ഈ ഹെഡ്ലൈറ്റ് മാറ്റിയിട്ടാണ് നമ്മൾ മറ്റേ ഹെഡ്ലൈറ്റ് വയ്ക്കുന്നത്. ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ വരുന്നൊരു കണക്ഷനാണ് മെയിനായിട്ട് നമ്മുടെ ഹെഡ്ലൈറ്റിലേക്ക് വരുന്നത്. നമ്മൾ ചെയ്യുന്ന വർക്കുകളിൽ ഈ വയറിങ്ങിൽ അല്ലെങ്കിൽ വണ്ടിയുടെ ഒരു വയറിങ് കട്ട് ചെയ്തിട്ടോ ലൂപ്പിങ്ങോ ചെയ്തിട്ട് ഒരു വർക്കുകളും, ലൂപ്പിങ് ചിലപ്പോൾ വരാറുണ്ട്. ചിലപ്പോൾ ഫോഗ് ലാമ്പിൻ്റെ മറ്റുള്ള പല വർക്കുകൾക്കും വണ്ടിയിൽ ലൂപ്പിംഗ് ആവശ്യമായിട്ട് വരുന്നുണ്ട്. പക്ഷേ വയർ കട്ടിങ് ഒരു രീതിയിലും നമ്മൾ ചെയ്യാറില്ല. ഏത് വണ്ടിയാണെങ്കിലും, ഇപ്പോൾ ഈ വണ്ടി എന്നല്ല, വാറണ്ടി ഉള്ളതാണെങ്കിലും ഇല്ലാത്ത വണ്ടിയാണെങ്കിലും വയർ കട്ട് ചെയ്തിട്ടുള്ള പരിപാടിക്ക് നമ്മൾ നിൽക്കാറില്ല. ഈ വണ്ടിയുടെ വയറിങ് മോഡിഫൈ ചെയ്യാതെയാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് നാളെ നിങ്ങൾക്ക് ഈ ഹെഡ്ലൈറ്റ് മാറ്റിയിട്ട് പഴയ തിരിച്ച് ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്ലഗ് ആൻഡ് പ്ലേ ആയിട്ട് തന്നെ ഫിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അങ്ങനെയാണ് നമ്മൾ എല്ലാ വർക്കുകളും ചെയ്യുന്നത്. നമ്മൾ ഈ വാഹനത്തിലേക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് യൂസ്ഡ് ഹെഡ്ലൈറ്റാണ്, പുതിയ ഹെഡ്ലൈറ്റ് അല്ല. യൂസ്ഡ് ടൊയോട്ടയുടെ തന്നെ ഒറിജിനൽ ആയിട്ടുള്ള ഹെഡ്ലൈറ്റുകളാണ് നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നത്. കാരണം പുതിയതിന് ഏകദേശം 73,000 രൂപ അടുത്ത് ഷോറൂമിൽ രണ്ടെണ്ണത്തിൽ വില വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് യൂസ്ഡ് ചെയ്യുമ്പോൾ ഏകദേശം ഒരു 25,000-30,000 രൂപ റേറ്റിൽ നല്ല ഹെഡ്ലൈറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. രണ്ടും എല്ലാം ഒറിജിനലാണ്. പാർക്ക്, ബ്രൈറ്റ്, പ്രൊജക്ടർ ഇതെല്ലാം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എല്ലാം പ്ലഗ് ആൻഡ് പ്ലേ ആയിട്ട് തന്നെയാണ് നമ്മൾ ഇതിനകത്തും ചെയ്യുന്നത്. പിന്നെ ബ്രൈറ്റിൽ വരുന്നതെന്ന് വെച്ചാൽ നോർമൽ ഹാർജൻ ബൾബായിരിക്കും. അത് മാറ്റിയിട്ട് ആവശ്യക്കാർക്ക് LED ബൾബ് ഇട്ട് കഴിഞ്ഞാൽ എല്ലാം ഫുൾ വൈറ്റ് കളറിലേക്ക് മാറുന്നതാണ്. നമ്മളിതിൽ ഫിറ്റ് ചെയ്തിരിക്കുന്നത് 2 GB റാമോടും 32 GB ഇൻറ്റേർണൽ മെമ്മറിയോടും കൂടിയ ഒരു 9 ഇഞ്ചിൻ്റെ T5 പ്രോസസ്സറുള്ള ആൻഡ്രോയിഡ് സ്റ്റീരിയോയാണ്. ആൻഡ്രോയിഡ് സ്റ്റീരിയോയെക്കുറിച്ച് ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. ഇതിനകത്ത് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുള്ളൊരു DVR ഉണ്ട്, അതിനെക്കുറിച്ച് പറയാം. ഈ DVR എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ പറയുവാണെങ്കിൽ ഫ്രണ്ട് ആൻഡ് ബാക്ക് റെക്കോർഡിങ്ങോട് കൂടിയ HD ക്യാമറയുള്ള ഒരു നല്ല DVR ആണ്. ഇതിനകത്ത് ഷോക്ക് സെൻസർ മറ്റുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എത്രമാത്രം വർക്ക് ചെയ്യുമെന്ന് എനിക്കറിയില്ല. പക്ഷേ റോഡിലെ ഫ്രണ്ടും ബാക്കും വ്യൂ നല്ല ക്ലിയർ ആയിട്ട് ഇത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഒരു സേഫ്റ്റി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് വളരെയേറെ ഉപകാരപ്പെടുന്നൊരു ഡിവൈസാണ്. നിങ്ങളുടെ വാഹനവും ഇതുപോലെ അപ്ഗ്രേഡ് ചെയ്യാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങൾ വരുന്നതിന് മുൻപേ നമ്മളെ വിളിച്ച് കോൺടാക്ട് ചെയ്തതിന് ശേഷം മാത്രം വരിക. കാരണം മുൻകൂർ ബുക്കിംഗ് ആയിട്ടുള്ള വർക്കുകൾ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ, അല്ലാത്ത വർക്കുകളൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ വിളിച്ചില്ല എങ്കിൽ ഇപ്പോൾ പല കസ്റ്റമേഴ്സും ഷോപ്പിന് മുന്നിൽ വന്നിട്ടാണ് വിളിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഉണ്ടായിരിക്കില്ല. ചിലപ്പോൾ ഓൾ ഇന്ത്യ ലെവലിൽ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട്, പല സ്ഥലങ്ങളിൽ നമ്മൾ പോയേക്കുമായിരിക്കും. അതിനാൽ നിങ്ങൾ വരുന്നതിന് മുമ്പായിട്ട് വിളിച്ചതിന് ശേഷം മാത്രം വരിക.